സർ, കഴിഞ്ഞ ദിവസം 16,638 സർക്കാർ ജീവനക്കാരാണ് വിരമിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഒഴിവുകളിലേക്ക് PSC ലിസ്റ്റിൽ മുൻഗണനയിൽ ആൾക്കാരുണ്ടെങ്കിൽ പോലും സർക്കാർ താൽക്കാലികമായി ആളുകളെ നിയമിക്കാനാണ് ഉത്തരവിറക്കിയിരിക്കുന്നത്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ ഒരു പ്രത്യാഘാതം എന്തായിരിക്കും? വളരെ നല്ല ചോദ്യമാണ്. ഗവൺമെൻറ് സർവീസിൽ നിന്ന് ഒരു കൂട്ടൽ വിരമിക്കൽ നടന്നു മെയ് 31-ാം തീയതി. അപ്പോൾ അത് തുടർന്ന് ഇത് ഗവൺമെൻറ്റിന് പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമല്ല, കാലകൂട്ടി അറിയാവുന്നതാണ്. അപ്പോൾ അതനുസരിച്ചുള്ള മുൻകരുതലുകളും അനന്തര നടപടിക്രമങ്ങളും ഒക്കെ ഗവൺമെൻറ്റിന് ചെയ്യാനുള്ള സാവകാശവും സമയവും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഗവൺമെൻറ് കാര്യമായിട്ടൊന്നും ചെയ്തില്ല. കൃത്യമായി ഈ ഒഴിവുകൾ മുൻകൂട്ടി കണ്ട് നികത്താൻ PSCയെ ചുമതലപ്പെടുത്തുക, PSCയെ ഈ ഒഴിവുകളുടെ ശരിയായ കണക്ക് റിപ്പോർട്ട് ചെയ്യുക, എന്നിട്ട് നിലവിൽ ഇതിലെ ഏതെല്ലാം തസ്തികയിൽ റാങ്ക് ലിസ്റ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് ആളുകളെ നിയമിക്കാൻ വേണ്ട നടപടികൾ നീക്കുക. ഇതൊക്കെയാണ് ഇതിന് സാധാരണഗതി ചെയ്യാറുള്ളത്. പക്ഷേ ഗവൺമെൻറ് ഇപ്പോൾ PSCയുടെ ലിസ്റ്റ് നിലവിലുണ്ടെങ്കിലും അത് അവഗണിച്ച് താൽക്കാലികമായി ആളുകളെ എടുക്കാനുള്ള നീക്കമാണ് ആരംഭിച്ചിട്ടുള്ളത്. അതിനുള്ള ഉത്തരവും പുറത്തു വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഈ പിരിയുന്ന 16,000 ചിലവാനും ജീവനക്കാരിൽ പകുതിയോളം അധ്യാപകരാണ്. ഈ അധ്യാപകരെ, സ്കൂൾ അധ്യാപകരെ അതായത് PTAകൾക്ക് നിയമിക്കാം, പേരൻറ്റ് ടീച്ചേഴ്സ് അസോസിയേഷനുകൾക്ക് നിയമിക്കാം എന്നാണ്. ഓരോ സ്കൂളിനോടനുബന്ധിച്ച് അധ്യാപക രക്ഷാകർതൃ സംഘടനകളുണ്ട്. അതിന് പ്രസിഡൻറ്റും മറ്റു ഭാരവാഹികളും ഒക്കെ അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ് അവിടുത്തെ ഒഴിവ് വരുന്ന അധ്യാപക തസ്തികകൾ നികത്താൻ. അത് താൽക്കാലികമാണ്. അധ്യാപകരായി നിയമിച്ചാൽ അവരെ 1 കൊല്ലത്തെ കാലാവധിയിൽ അവിടെ തുടരാൻ അനുവദിക്കണം എന്നും ഉത്തരവിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ KSEBയിൽ 1099 പേര് പല തസ്തികയിലായിട്ട് ഇന്നലെ വിരമിച്ചു. അതിലും പുതിയ നിയമനം നടത്തുന്നില്ല. പകരം ഓവർസിയർമാർ ആയി വിരമിച്ചവർ അതേ തസ്തികയിൽ താൽക്കാലികക്കാരായി ഇന്നു മുതൽ തുടരാൻ ഉത്തരവായിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ, എന്നാൽ അതേസമയം നോക്കൂ, എല്ലാ തസ്തികകളിലെയും നിരവധി PSC റാങ്ക് ലിസ്റ്റുകൾ ഇപ്പോൾ നിയമനം കാത്ത് ഉദ്യോഗാർത്ഥികൾ വിഷമിച്ചിരിക്കുകയാണ്. എന്നെങ്കിലും ഉദ്യോഗം കിട്ടും എന്ന് വിചാരിച്ച് ദീർഘകാലം അധ്വാനിച്ച് പഠിച്ച് ടെസ്റ്റ് എഴുതി കാത്തിരുന്നാണ് ഈ ലിസ്റ്റിൽ കടന്നുകൂടിയത് തന്നെ. ലക്ഷക്കണക്കിന് ആളുകൾ എഴുതിയാൽ എത്ര പേരാണ് ലിസ്റ്റിൽ വരുന്നത്? 100, 2000, 3000 ആളുകളൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അതിൽ കാത്തിരിക്കുന്നവർക്ക് ജോലി കിട്ടില്ല. ആ ലിസ്റ്റിൻ്റെയൊക്കെ കാലാവധി 13 മാസം, 12 മാസം, 9 മാസത്തിനുള്ളിൽ തീരുകയാണ്. അപ്പോൾ അവർക്ക് ജോലി കൊടുക്കാമായിരുന്നു. ആ ലിസ്റ്റിലെ മുൻഗണനാക്രമം അനുസരിച്ച് മറ്റ് നിയമ ചട്ട വ്യവസ്ഥകളൊക്കെ അനുസരിച്ച് കൊടുക്കാമായിരുന്നു. അതിന് പകരം ആ ലിസ്റ്റ് അതുപോലെ നിലനിർത്തിക്കൊണ്ട് അത് നിലവിലിരിക്കെ പുറത്തുനിന്ന് മറ്റ് ഉദ്യോഗാർത്ഥികളെ ഗവൺമെൻറ്റിന് താല്പര്യമുള്ളവർക്ക് ജോലി കൊടുക്കുവാനുള്ള ഒരു പിൻവാതിൽ നിയമന സാധ്യതയാണ് തുറന്നു വെച്ചിരിക്കുന്നത് ഗവൺമെൻറ്. ഗവൺമെൻറ് ആ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ PSC ലിസ്റ്റിലുള്ള റാങ്ക് ലിസ്റ്റിലുള്ള വിദ്യാർത്ഥികൾക്ക് ഈ കാര്യം നിയമപരമായി ചോദ്യം ചെയ്യാവുന്നതാണ്. ഇപ്പോൾ LD ക്ലാർക്ക് ലിസ്റ്റുണ്ട്, അധ്യാപകരുടെ ലിസ്റ്റുണ്ട്, പോലീസ് കോൺസ്റ്റബിൾ ലിസ്റ്റ് പുറത്ത് വന്നു കഴിഞ്ഞു. എന്നിട്ടും വിരമിച്ച ഒഴിവിൽ അതിൽ നിന്ന് ആരെയും എടുക്കുന്നില്ല. പോലീസിൽ ഇപ്പോൾ താൽക്കാലികമായിട്ട് എടുക്കാൻ പറ്റില്ല, കാരണം അത് ട്രെയിനിങ് ഒക്കെ കിട്ടി വരേണ്ട ഒരു ജോലിയാണ്. അവിടെ അത് നടക്കത്തില്ല. അതേസമയത്ത് LD ക്ലാർക്കിൻ്റെ ലിസ്റ്റ്, ടൈപ്പിസ്റ്റിൻ്റെ ലിസ്റ്റ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റിൻ്റെ ഒക്കെ ലിസ്റ്റ് നിലവിലുണ്ട്. അതിനിപ്പോൾ ആ ലിസ്റ്റിൽ നിന്ന് ഉദ്യോഗാർത്ഥികളെ നിയമിക്കാതെ പകരം പുറംവാതിലിലൂടെ താൽക്കാലികമായി എടുക്കാനുള്ള സൗകര്യങ്ങളാണ് ഗവൺമെൻറ് ഒരുക്കി കൊടുക്കുന്നത് ഇന്നലത്തെ ഉത്തരവിലൂടെ. സത്യത്തിൽ ഇത് കേരളത്തിലെ ഉദ്യോഗാർത്ഥികളോട് കാണിക്കുന്ന ഏറ്റവും വലിയ വഞ്ചനയാണ്. PSC എന്ന് പറയുന്ന സംവിധാനത്തെ ഒരു നോക്കുകുത്തിയാക്കി വച്ചിരിക്കുന്നു. PSCയിൽ വിശ്വാസമർപ്പിച്ച് ദീർഘകാലമായി അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം ചിട്ടവട്ടം അനുസരിച്ചാണെന്നും അത് വിശ്വാസയോഗ്യമാണ് PSC എന്നും
ഒക്കെ കരുതി ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുകയും അതെ. അവർക്ക് ആ സ്ഥാപനത്തോട് തന്നെ യാതൊരു ബഹുമാനവും മതിപ്പും തോന്നാത്ത തരത്തിലുള്ള പ്രവർത്തനമാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഒഴിവുകൾ യഥാസമയം PSCയെ അറിയിക്കണം എന്ന് ചട്ടമുണ്ട്. ആ വകുപ്പ് മേധാവികൾ അത് അറിയിക്കുന്നതനുസരിച്ചാണ് PSC ഏതേത് തസ്തികകളിൽ എപ്പോഴും ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചുകൊണ്ട് ടെസ്റ്റോ ഇൻ്റർവ്യൂ ഒക്കെ നടത്തി ലിസ്റ്റ് ഉണ്ടാക്കണമെന്ന് തീരുമാനിക്കേണ്ടത്. അതിന് ഈ വിവരങ്ങളൊന്നും ഇതുവരെയും വകുപ്പ് മേധാവികൾ PSC അറിയിച്ചിട്ടില്ല. ഇപ്പോൾ PSCയെ അറിയിച്ചു കഴിഞ്ഞാൽ PSCക്ക് അതൊരു ദീർഘമായ നടപടിക്രമമാണ്. ഒഴിവുകളുടെ എണ്ണം ലഭിച്ചു കഴിഞ്ഞാൽ നിലവിൽ ലിസ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഉദ്യോഗാർത്ഥികളെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് കൊടുക്കാം. ഇല്ലെങ്കിൽ പുതിയ ടെസ്റ്റ് നടത്തി പുതിയ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കാം. ഇതാണ് PSC ചെയ്യുന്ന ജോലി. അതിനുള്ള അവസരം PSCക്ക് കൊടുക്കാതിരിക്കുകയും ഒഴിവുകളൊക്കെ ഇങ്ങനെ കുറുക്കു വഴിയിലൂടെ നികത്തുകയും ചെയ്യാം. ഇതുപോലെ താൽക്കാലിക നിയമനം ലഭിക്കുന്നവരെ താൽക്കാലിക നിയമനം ഒരു ചെറിയ പീരീഡിലേക്കാണ്, നിശ്ചിത കാലത്തേക്ക് 6 മാസം എന്നൊക്കെ ആയിരുന്നു കണക്ക്. ഇപ്പോൾ അങ്ങനെയില്ല, അത് 1 വർഷം വരെ തുടരാം എന്നാണ്. അപ്പോൾ ഈ ഒരു വർഷം വരെ തുടരുന്ന ആളുകൾ അവർ 90 ദിവസത്തിന് മേൽ ശമ്പളം വാങ്ങിക്കഴിഞ്ഞാൽ ജോലി ചെയ്ത് അവർക്കൊരു ക്ലെയിം അവശേഷിക്കുകയാണ്. അവർക്ക് പിന്നെ കോടതിയിൽ പോകാം. ഞാൻ 91 ദിവസം ജോലി ചെയ്തു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവരെ വേഗം പിരിച്ചുവിടാനൊന്നും പറ്റില്ല. അങ്ങനെ ഒരു ക്ലെയിം ഉണ്ടാക്കാൻ ഒരു പാരലൽ സംവിധാനം ഗവൺമെൻറ് തന്നെ ചെയ്തു കൊടുക്കുകയാണ്. അപ്പോൾ തൊഴിലന്വേഷകരായ ഉദ്യോഗാർത്ഥികൾക്കിടയിൽ ഒരു വലിയ താൽക്കാലിക ജീവനക്കാരെന്നും സ്ഥിര നിയമനം കാത്തിരിക്കുന്ന PSC റാങ്ക് ഹോൾഡേഴ്സ് എന്നും പറഞ്ഞൊരു 2 ക്ലാസ്, ഒരു വിഭാഗം തന്നെ ഉണ്ടാകും. അവർ തമ്മിലുള്ള ഒരു സാമൂഹിക സംഘർഷത്തിന് പോലും വഴിയൊരുക്കും. ഇപ്പോൾ ഗവൺമെൻറ് ഉത്തരവിൽ പറയുന്നുണ്ട്, നിലവിലെ ലിസ്റ്റിൽ റാങ്ക് ലിസ്റ്റിൽ പെട്ടിട്ടുള്ള ആളുകൾക്ക് ഈ താൽക്കാലിക നിയമനത്തിൽ മുൻഗണന നൽകാം എന്ന് പറയുന്നുണ്ട്. അധ്യാപകരാണെങ്കിൽ UP സ്കൂൾ അധ്യാപകരുടെയോ LP സ്കൂൾ അധ്യാപകരുടെയോ ഒരു ലിസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ലിസ്റ്റിലുള്ള ഒരു കുട്ടിക്ക് ഒരു താൽക്കാലിക ജോലിക്ക് അപ്ലൈ ചെയ്താൽ ലിസ്റ്റിലുണ്ടെങ്കിൽ എളുപ്പം കൊടുക്കണം, അതിനൊരു മുൻഗണന കൊടുക്കണമെന്നാണ് പറയുന്നത്. അതിനെന്തിനു അങ്ങനെ താൽക്കാലികമാക്കുന്നത്? ലിസ്റ്റിലുള്ള ആ ആളിന് നിയമനവും കൊടുത്താൽ പോരെ. അപ്പോൾ അത് എന്താണ് അതിൻ്റെ സൗകര്യം? ലിസ്റ്റിൽ എവിടെങ്കിലും പെട്ടാലും ഇവിടെ മുൻഗണന കിട്ടും. താൽക്കാലിക നിയമനത്തിൽ ലിസ്റ്റിൽ ഫസ്റ്റ് റാങ്കുകാരനെ എടുക്കത്തില്ല. താഴെ റാങ്കിലുള്ള ഒരാളിനും ഫസ്റ്റ് റാങ്കുകാരനും ഒരേ പരിഗണന കിട്ടും. റാങ്ക് ലിസ്റ്റിലെ PSCയുടെ റാങ്ക് ലിസ്റ്റിലെ റാങ്കിൻ്റെ പൊസിഷൻ അനുസരിച്ചല്ലല്ലോ താൽക്കാലിക നിയമനം കൊടുക്കുന്നത്. അപ്പോൾ താൽക്കാലിക നിയമനം ഈ തരത്തിൽ ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കുന്ന ഒരു വലിയ തട്ടിപ്പാണ്. ഇപ്പോൾ ഗവൺമെൻറ് അതിന് കൂട്ടുനിൽക്കുക. മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു, PSCയെ അതാത് വകുപ്പ് മേധാവികൾക്ക് കാലതാമസമില്ലാതെ വിവരങ്ങൾ ധരിപ്പിക്കാൻ വേണ്ടി ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തും എന്ന് പറഞ്ഞു. അത് ഇതുവരെ നിലവിൽ വന്നിട്ടില്ല. അപ്പോൾ ഇത് വളരെ സങ്കടകരമായൊരു സ്ഥിതിവിശേഷമാണ്. കേരളത്തിൽ ഉദ്യോഗാർത്ഥികളോട് ഗവൺമെൻറ് കാണിക്കുന്ന കടുത്ത വഞ്ചനയാണ്. ഈ സർക്കാർ, ഈ വകുപ്പ് മേധാവികൾ PSCനെ അറിയിക്കാതിരിക്കുന്നത് തന്നെ സർക്കാരിൻ്റെ മറ്റൊരു നീക്കമല്ലേ? അത് ഏതായാലും ഈ ഉദ്യോഗം കാത്തിരിക്കുന്ന അഭ്യസ്തവിദ്യരായ യുവാക്കളുടെ പ്രതീക്ഷയെ തകിടം മറിക്കുന്ന ഒരു സംഭവമാണിത്. ഗവൺമെൻറ് ഇത് യഥാസമയം ചെയ്യാതിരിക്കുക, എന്നിട്ട് താൽക്കാലിക നിയമനത്തിനുള്ള അവസരം ഒരുക്കുക. PSC എന്ന് പറയുന്നത് വലിയ ഒരു ദീർഘമായ പ്രോസസ്സിലൂടെ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട സാമർഥ്യം പ്രകടിപ്പിച്ച് മിടുക്കരായി വന്നവരാണ്. അവരെ അവിടെ കെപ്റ്റ് ഇൻ അബയൻസ് എന്ന് പറഞ്ഞ പോലെ അവരെ അവിടെ മാറ്റി നിർത്തിക്കൊണ്ട് ഞങ്ങൾ വേറെ ആളുകളെ നിയമിക്കും, നിങ്ങൾ ആരാണ് ചോദിക്കാനെന്നുള്ള ഒരു ധാർഷ്ട്യം അതിനകത്തുണ്ട്. ഇവർ ഗവൺമെൻറ് ഈ താൽക്കാലിക നിയമനം നടത്തുന്നവർ ആരാണ്? അത് ഈ ഉദ്യോഗാർത്ഥികൾ തന്നെ ആകണമെന്നുമില്ലല്ലോ. ഈ ഉദ്യോഗാർത്ഥികളല്ല, അത് ഗവൺമെൻറ്റിനും ആ നിയമനം നടത്തുന്ന ബോഡിക്കും, അതായത് PTA, സ്കൂളിലാണെങ്കിൽ PTA, ഇല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ അവിടുത്തെ വകുപ്പ് മേധാവിയെ നിയമിക്കുന്ന അവിടുത്തെ സംഘടന, ജീവനക്കാരുടെ സംഘടന, ഇവരുടെയൊക്കെ താല്പര്യങ്ങളായിരിക്കും നടക്കുന്നത്. താൽക്കാലിക നിയമനം 1 വർഷത്തേക്കാണെന്നല്ലേ പറയുന്നത്. 1 വർഷം കഴിഞ്ഞൊന്നും ആരും പോകുന്നില്ല, അവർ വീണ്ടും തുടരുകയാണ്. PSC നാൾ വരുന്നത് വരെ തുടരും. PSC ഇവർ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ആരും വരില്ലല്ലോ. ഈ ആൾ 91 ദിവസത്തെ ശമ്പളം വാങ്ങി കഴിഞ്ഞതുകൊണ്ട് അയാളുടെ ഒരു ക്ലെയിം കൊടുക്കണം, അയാൾ പിന്നെ കേസിന് പോകും.
സത്യത്തിൽ ഇത് എങ്ങനെയെങ്കിലും കുളം കലക്കി തനിക്കാക്കുന്ന പരിപാടിയാണ് സർക്കാർ കാണിക്കുന്നത്. ഇതൊരു ഗവൺമെൻറ് ഒരു കാരണവശാലും ചെയ്യിക്കാൻ പാടില്ലാത്തതാണ്. ഈ സമൂഹം, ഉദ്യോഗാർത്ഥികളുടെ ഈ സമൂഹം ഇതിനെ നിശബ്ദമായിട്ട് എങ്ങനെ കണ്ടിരിക്കുന്നു. ഇത് വേറെ ഏതെങ്കിലും നാട്ടിലാണ് ഇങ്ങനെയുള്ള ഒരു വ്യവസ്ഥ പുലരാൻ അനുവദിക്കുമോ? ഒരിക്കലും ഇല്ല. ഇപ്പോൾ ഒരു വർഷം ഈ ഒരു ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ എത്ര പേര് വിരമിക്കും എന്ന് എല്ലാ ജീവനക്കാർക്കും അറിയാം. എല്ലാ ഗവൺമെൻറ്റിന് കൃത്യമായിട്ട് കണക്കുമുണ്ട്. കാരണം അതനുസരിച്ച് അവരുടെ പെൻഷൻ ബുക്ക് ശരിപ്പെടുത്തലും പെൻഷന് തൊട്ട് മുമ്പ് തന്നെ ആരംഭിക്കുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് ഗവൺമെൻറ് കാലേ കൂട്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അങ്ങനെയാണ് മുൻപൊക്കെ ചെയ്യാറുള്ളത്. ഇത് ഇങ്ങനെ ഒരു ഒഴിവ് പെട്ടെന്ന് വന്നു, ഇനി ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തിക്കാതിരിക്കാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ ഉണ്ടാക്കുകയാണ്. ഒരു അടിയന്തരമായ ഒരു അവസ്ഥാവിശേഷം മനഃപൂർവ്വം സൃഷ്ടിച്ച് ആ അടിയന്തര ആവശ്യത്തിൻ്റെ പ്രാധാന്യം പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് അതിലേക്ക് താൽക്കാലികക്കാരെ കയറ്റി വയ്ക്കുക. ഇതാണ് ഇതിൻ്റെ മെക്കാനിസം. ഇത് ഭയങ്കരമായ തട്ടിപ്പും വഞ്ചനയുമാണ്. ഈ നിയമനം കിട്ടുന്നവരൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള പക്ഷപാതപരമായി എത്തുന്നവരാണ്. അവരുടെ മെരിറ്റ് എന്നൊക്കെ പറയുന്നത്, മെരിറ്റൊക്കെ ഒരു പ്രത്യേക ജോലിക്ക് ആവശ്യത്തിൽ ഏറെ മെരിറ്റുള്ളവരാണ് കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾ. അപ്പോൾ മെരിറ്റിനെ പറ്റി ഒരു ചോദ്യം തന്നെ നമുക്ക് ഉന്നയിക്കാൻ അവസരമില്ലാത്ത തരത്തിൽ എല്ലാവരും ഓവർ ക്വാളിഫൈഡ് ആണ്. ഇപ്പോൾ ബസ് കണ്ടക്ടറുടെ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത് MA PhD കാരനാണ് നമ്മുടെ നാട്ടിലെ തൊഴിലില്ലായ്മയുടെ ഒരു രൂക്ഷതയും സാഹചര്യം പരിഗണിച്ചാൽ എല്ലാ തസ്തികയ്ക്കും അപേക്ഷിച്ച് വരുന്നവർ അതിനാവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ യോഗ്യതയുള്ളവരാണ്. അപ്പോൾ ആ നിലയ്ക്ക് മെരിറ്റിൻ്റെ കാര്യം നമുക്ക് പറഞ്ഞിട്ട് ഈ താൽക്കാലിക നിയമനത്തെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഈ താൽക്കാലിക നിയമനം കിട്ടി വരുന്ന ആളിനും കൃത്യമായ യോഗ്യത ഉണ്ടാവും. അതേസമയത്ത് PSC പട്ടികയിൽപ്പെട്ട അയാൾ ഇത്ര കാലം അധ്വാനിച്ചിട്ടായിരിക്കും അതിൽ കയറി വരുന്നത്. അയാൾക്കത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് ഇതോടെ തകരുന്നത്. ഒരു PSC റാങ്കിൽ കടന്നുകൂടാൻ മിനിമം ഒരു 3 വർഷമെങ്കിലും വേണം അല്ലേ? ആദ്യത്തെ തവണ അത് തന്നെ ഭാഗ്യം പോലെയാണ്, എല്ലാവർക്കും കിട്ടണമെന്നില്ല. ഒരു വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലെ ക്ലറിക്കൽ തസ്തികയിലേക്ക് 18 ലക്ഷം പേര് അപേക്ഷിക്കുകയും അതിൽ നിന്ന് അതിൻ്റെ പ്രിലിമിനറിയും ഫൈനലും ഒക്കെ നടത്തി അതിൽ നിന്നൊരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്കിന് ഒരു 3 years വരും. അങ്ങനെ കാത്തിരിക്കുന്നവർക്ക് 2-3 വർഷം കാത്തിരുന്നാൽ പോലും ജോലി കിട്ടുന്നില്ല. അപ്പോൾ അവരുടെ ഏജ് എത്രയാവും? അങ്ങനെ കാത്തിരിപ്പ്, ഉദ്യോഗത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് അവസാനം മൂക്ക് പഞ്ഞി വെക്കേണ്ട കാലം വരെ കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥ, അത് വളരെ സങ്കടകരമാണ്. ആ സിറ്റുവേഷൻ നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് യാതൊരു യുക്തിയുമില്ല. ഇത് കടുത്ത വഞ്ചനയും ചെറുപ്പക്കാരായ ഉദ്യോഗാർത്ഥികളോട് കാട്ടുന്ന ഏറ്റവും വലിയ അവഹേളനയുമാണ്. ഇത് ഗവൺമെൻറ് ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ തൊഴിൽ മേഖലയിൽ നമ്മൾ കാണിക്കുന്ന ഇത്തരം ഇരട്ടത്താപ്പും തട്ടിപ്പും കൃത്യമായി ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ല. ഇതിപ്പോൾ ഈ ഉദ്യോഗാർത്ഥികളെല്ലാം കൂട്ടത്തോടെ കോടതി പോകും. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് കോടതിയിൽ പോകാം. കാരണം നിലവിൽ ഇത്രയും വേക്കൻസി ഉണ്ടായിരിക്കെ ഞങ്ങളെ നിയമിക്കാതെ അവിടെ താൽക്കാലികമായി നിയമിക്കുന്നു എന്ന് പറഞ്ഞ് കോടതി പോകും. കോടതിയിലപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അഭിഭാഷകൻ വാദിക്കുന്നത് എന്താണ്? PSCയിലുള്ളവർക്ക് തന്നെ ഞങ്ങൾ മുൻഗണന കൊടുക്കുന്നത്, PSC ഒരു ഭരണഘടനാ സ്ഥാപനമാണ്, അതിൻ്റെ മാന്യതയൊക്കെ ഞങ്ങൾ എക്കാലവും മാനിക്കാറുള്ളതാണ്. പക്ഷേ ആ ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രവർത്തനം സ്തംഭിച്ചുകൂടാ. ജനങ്ങൾക്ക് നല്ല സർവീസ് കിട്ടേണ്ടതുണ്ട്. അതിന് തൽക്കാലം PSCയിൽ നിന്ന് അത് വരാനുള്ള കാലതാമസം പരിഗണിച്ചാണ് തൽക്കാലത്തേക്ക് വെക്കുന്നത്. PSC നാളെ വരുന്ന മുറയ്ക്ക് ഞങ്ങൾ അത് വേണ്ടതുപോലെ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ PSCയിൽ നിന്ന് ആരും അയക്കത്തില്ല. എന്ന് എത്രയോ ലിസ്റ്റ്, പോലീസ് കോൺസ്റ്റബിളിൻ്റെ ലിസ്റ്റ് ഒരെണ്ണം പാഴായില്ലേ? അതിൽ നിന്ന് നിയമനം നടത്താൻ വേണ്ടി ഉദ്യോഗാർത്ഥികൾ അതിൽ റാങ്ക് ലിസ്റ്റിൽ പെട്ടവർ സെക്രട്ടേറിയറ്റിൻ്റെ പടിക്കൽ ശയന പ്രദക്ഷിണ സമരങ്ങളൊക്കെ നടത്തിയതാണ്. എന്നിട്ട് ഒരു ഫലവും ഉണ്ടായില്ല. അതേപോലെ പുതിയൊരു ലിസ്റ്റ് 4000 കോൺസ്റ്റബിൾമാരുടെ ഒരു ലിസ്റ്റ് നിലവിൽ വന്നു കഴിഞ്ഞു. അതിൽ നിന്ന് എടുക്കാൻ ഇതുവരെയും തുടങ്ങിയിട്ടില്ല. ഇതാണ് അവസ്ഥ. ഇത് കടുത്ത വഞ്ചനയാണ്. എന്തായാലും സർക്കാർ ഈ ഉദ്യോഗാർത്ഥികളോട് ചെയ്യുന്നത് വളരെ ക്രൂരതയാണ്. ഇത് ക്രൂരതയാണ്. അഭ്യസ്തവിദ്യ
രുടെ ഒരു സമൂഹത്തിൽ ഗവൺമെൻറ് നീതിപൂർവ്വം പ്രവർത്തിക്കുകയും ഭരണഘടനാ സ്ഥാപനമായ PSCയെ മാനിക്കാതിരിക്കുകയും PSCയുടെ പ്രവർത്തനത്തെ ഗവൺമെൻറ് കുറുക്കുമാർഗങ്ങളിലൂടെ നിയന്ത്രിച്ച് നിർത്തുകയും എന്നിട്ട് ഗവൺമെൻറ് വരുന്ന ഒഴിവുകളിൽ തന്നിഷ്ടത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഒട്ടും ആശാസ്യമല്ല.